In the beginning, when God created the heavens and the earth was a formless void, and darkness covered the face of the deep, while a wind from God swept over the face of the waters. Then God said, "Let there be light," and there was light. And God saw that the light was good, and God separated the light from the darkness. God called the light day, and the darkness He called night. And there was evening, and there was morning, the first day. മനുഷ്യന്റെ യുക്തിബോധവും ചിന്താശേഷിയുമാണ് മറ്റെല്ലാ ജീവവർഗങ്ങളിൽ നിന്നും അവനെ വ്യത്യസ്തനാക്കുന്നത്. അതുതന്നെയാണ് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനവും. കാഴ്ചയ്ക്കപ്പുറം എന്താണ് എന്ന കൗതുകത്തിൽ നിന്നാരംഭിക്കുന്ന ചിന്തകളാണ് അനവധി അനുഭവങ്ങളിലേക്കും തുടർന്ന് തിരിച്ചറിവുകളിലേക്കും അവനെ എന്നും നയിച്ചിട്ടുള്ളത്. കാണുന്നവയെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുവാനും മനസ്സിലാക്കിയതിനപ്പുറമുള്ളവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുവാനുള്ള കഴിവ് അവനിൽ തന്നെ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു. അവന്റെ ചിന്താശേഷിയുടെ ആഴവും പ്രവർത്തനശേഷിയുടെ വ്യാപ്തിയും ഇന്നോളം നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. അത്തരം തിരിച്ചറിവുകളിൽ നിന്ന് തന്നെ മനുഷ്യൻ എന്ന ദൈവസൃഷ്ടിയുടെ മാഹാത്മ്യം നമുക്ക് വ്യക്തമാകുന്നുണ്ട്. മനുഷ്യന്റെ ചിന്താശേഷിയെ അനന്തമായി മുന്നോട്ട് നയിക്കുവാൻ സഹായിക്കുന്ന സവിശേഷമായൊരു ശാസ്ത്രശാഖയുണ്ട്. ശാസ്ത്രങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ആ ശാസ്ത്രശാഖയാണ് ഗണിതശാസ്ത്രം. വളരെ പ്രത്യേകമായി അതിഭൗതികതയുടെ തത്വശാസ്ത്രങ്ങൾ കൂടി അടങ്ങിയിരിക്കുന്ന പ്രപഞ്ചവിജ്ഞാനീയം പോലെയുള്ള ശാസ്ത്രശാഖകളുടെയും അവയുടെ ഭാഗമായ സിദ്ധാന്തങ്ങളുടെയും പിന്നിൽ ഗണിതശാസ്ത്രത്തിന് വലിയ സ്ഥാനമുണ്ട്. ഗണിതശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്ന ചില സങ്കീർണ തത്വങ്ങൾ ശാസ്ത്രരംഗത്തും ആധ്യാത്മിക രംഗത്തും ഒന്നുപോലെ മൂല്യമുള്ളവയാണ്. എക്കാലത്തുമുള്ള പ്രഗത്ഭരായ ഭൗതിക ശാസ്ത്രജ്ഞരെല്ലാം തികഞ്ഞ ഗണിതശാസ്ത്രജ്ഞരുമായിരുന്നുവെന്ന് കാണാം. ആധ്യാത്മിക രംഗത്ത് ശ്രദ്ധേയരായ അനവധി വ്യക്തിത്വങ്ങളും തങ്ങളുടെ വിചിന്തനങ്ങളുടെ ഭാഗമായി ഗണിതശാസ്ത്ര തത്വങ്ങളെ അവതരിപ്പിച്ചിരുന്നവരും ഗണിതജ്ഞരുമായിരുന്നു. ഇത്തരത്തിൽ ചിന്തിച്ചാൽ മനുഷ്യന്റെ ഭൗതിക ജീവിതത്തിലും ആത്മീയ ബോധ്യങ്ങളിലും ഗണിതശാസ്ത്രത്തിന്റെ ഭാഗമായ ഉൾക്കാഴ്ചകൾക്ക് വലിയ സ്ഥാനമുണ്ട്. ആത്മീയ ബോധ്യങ്ങളുടെ ആഴങ്ങളിലേക്ക് നമ്മെ നയിക്കാൻ ഗണിതശാസ്ത്രത്തിന് കഴിയും. ചിന്തിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ കാഴ്ചയ്ക്കപ്പുറം തിരിച്ചറിയുന്ന നിഗൂഢതകൾ എണ്ണമറ്റതാണ്. ശാസ്ത്രത്തിലും അനുദിന ജീവിതത്തിലും അത്തരം അനവധി നിഗൂഢതകളെ അവൻ അഭിമുഖീകരിക്കുന്നത് പലപ്പോഴും തങ്ങൾക്കുപരിയായി സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യത്തെ അവൻ തിരിച്ചറിയുന്നതും ഇത്തരം അനവധി വിസ്മയങ്ങളുടെ വെളിച്ചത്തിലാണ്. ഗണിതശാസ്ത്രം അവതരിപ്പിച്ചിട്ടുള്ള അനവധി ആശയങ്ങളും മനുഷ്യബുദ്ധിയെ നയിക്കുന്നത് അനന്തമായ നിഗൂഢതയിലേക്കാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട്, ദൈവിക കാര്യങ്ങൾ മിസ്റ്റീരിയസ് ആണ്, അതിനെപ്പറ്റി നമുക്ക് ശരിയായിട്ട് അറിയാൻ പറ്റത്തില്ല. ദൈവിക കാര്യങ്ങൾ മാത്രമല്ല, സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലും മിസ്റ്ററി ധാരാളമുണ്ട്. അത് ഏറ്റവും പ്രധാനമായിട്ട് മിസ്റ്റീരിയസ് ആയിട്ട് വരുന്നത് മാത്തമാറ്റിക്സിലാണ്. പ്രത്യേകിച്ചും ഇൻഫിനിറ്റി എന്ന് പറയുന്നത് അതൊരു ക്വാണ്ടിറ്റി ആണോ അതോ ഒരു ക്വാളിറ്റി ആണോ എന്ന് പോലും ഇന്ന് സംശയമുണ്ട്. ദിസ് ഇസ് ടോക്കിംഗ് അബൌട്ട് ഒരു നമ്പറിനെ പറ്റിയാണോ പറയുന്നത് അതോ ഒരു ക്വാളിറ്റേറ്റീവ് കണ്ടീഷനെ പറ്റിയാണോ പറയുന്ന ഒരു സംശയം ഉണ്ട്. ആ പശ്ചാത്തലത്തിൽ നമ്മുടെ ബിനോയ് വളരെയധികം സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. നമുക്ക് ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരും. ഡോക്ടർ ഫാദർ ബിനോയ് പിച്ചളക്കാട്ട് SJ, ലയോള പീസ് ഫൗണ്ടേഷന് കീഴിലുള്ള ലിപിയുടെ ഡയറക്ടർ, എഴുത്തുമാസികയുടെ മാനേജിംഗ് എഡിറ്റർ. ഗണിതശാസ്ത്രത്തിലും ദൈവശാസ്ത്രത്തിലും ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട്. ഗണിതശാസ്ത്ര, തത്വശാസ്ത്ര, മതശാസ്ത്ര സംവാദ വിഷയങ്ങളിൽ ചില ഗ്രന്ഥങ്ങളും
അനേകം പ്രബന്ധങ്ങളും രചിച്ചിട്ടുണ്ട്. കൃത്യമായി നിർവചിക്കുകയും മനസ്സിലാക്കാനുള്ള ഒരു തുറവി കാണിക്കുകയും ചെയ്താൽ ഗണിതശാസ്ത്രത്തിലെ പല വ്യവഹാരങ്ങളും പ്രതീകങ്ങളും പ്രമേയങ്ങളും നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഒത്തിരിയേറെ ധന്യമാക്കും. ഫാദർ ജോബ് ഇപ്പോൾ ചോദിച്ച അനന്തത അല്ലെങ്കിൽ ഇൻഫിനിറ്റി എന്ന ആശയം തന്നെ, പലതരത്തിലുള്ള ഇൻഫിനിറ്റികളുണ്ട്. അക്കങ്ങളുടെ ഇൻഫിനിറ്റി, എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്തതിലുള്ള ഇൻഫിനിറ്റി, അനന്തമായ ഒരു കടൽ പോലെ അനന്തതയെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. അതിൽ തന്നെ അനന്തതയുണ്ട്. ഉൾക്കൊള്ളാനാവുന്ന ഒരു രഹസ്യമല്ലത്. പ്രത്യേകിച്ച് മാത്തമാറ്റിക്സ് പോലെയുള്ള ഒരു ശാസ്ത്രം ഉപപത്തി, ഉപപാദനം, തെളിവ് അതിൽ വിശ്വസിക്കുന്നതാണ്. ഇൻഫിനിറ്റിയുടെ കാര്യത്തിൽ ഒരു എക്സെപ്ഷൻ ഉണ്ടെന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം ഇൻഫിനിറ്റി ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. തെളിയിക്കപ്പെടാഞ്ഞിട്ട് കൂടി അതിൻ്റെ അസ്തിത്വത്തെ ആരും നിഷേധിക്കുന്നില്ല. തോമസ് അക്വൈനസ് ഇൻഫിനിറ്റിയെക്കുറിച്ച് ദീർഘമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അനന്തതയെക്കുറിച്ചുള്ള പരാമർശങ്ങളിൽ ഏതൊരു വിശ്വാസിയും അതിൻ്റെ ഒരു റാഷണൽ ബേസിസ് തേടും എന്നുള്ളതിൽ സംശയം വേണ്ട. തങ്ങളുടെ കാഴ്ചകൾക്കും തിരിച്ചറിവുകൾക്കും എത്തിപ്പെടാനാവാത്ത ചില യാഥാർത്ഥ്യങ്ങളെയാണ് അനന്തത എന്നതുകൊണ്ട് നാം അർത്ഥമാക്കുന്നത്. മനുഷ്യബുദ്ധിയെ ഏറ്റവുമധികം ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അത്. അറിവുകളുടെയും സമയത്തിൻ്റെയും സ്ഥലത്തിൻ്റെയുമെല്ലാം അനന്തത നമുക്ക് നൽകുന്ന ഉൾക്കാഴ്ചകളും അനവധിയാണ്. പ്രപഞ്ചത്തിലേക്കും ദൈവസൃഷ്ടിയുടെ സങ്കീർണതയിലേക്കും കണ്ണോടിച്ചാൽ നാം തിരിച്ചറിയുന്ന അനന്തതയുടെ ആഴം അനന്തതകളുടെ ഉറവിടമായ ദൈവത്തിലേക്കും ദൈവിക മഹാത്മ്യത്തിലേക്കും നമ്മെ നയിക്കുന്നു. വിശുദ്ധ തോമസ് അക്വിനാസിനെ പോലെയുള്ള പണ്ഡിതർ അത്തരത്തിൽ ചിന്തിച്ചിരുന്നവരാണ്. ഈ അർത്ഥത്തിൽ നമുക്ക് ആശ്രയിക്കാവുന്ന ഒരു പ്രസിദ്ധനായ ഗണിതശാസ്ത്രജ്ഞൻ ജർമ്മൻ മാത്തമാറ്റീഷ്യനായ ജോർജ് കാണ്ടോറാണ്. കാണ്ടർ തൻ്റെ ഗണസിദ്ധാന്തത്തിൽ ഇൻഫിനിറ്റിയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. അദ്ദേഹം പറയും 1, 2, 3, 4 ഇങ്ങനെ അനന്തതയിലെത്തുന്നതാണ് ഇൻഫിനിറ്റി. ആ ഇൻഫിനിറ്റിയോടുകൂടി 1 ചേർത്താൽ എന്താണ്? ഇൻഫിനിറ്റി +1 നിർബന്ധമായും അനന്തതയാണ്. അതിൻ്റെ കൂടെ ഓരോന്നൂടെ കൂട്ടിയാൽ ഇൻഫിനിറ്റി +1 അതല്ലെങ്കിൽ ഇൻഫിനിറ്റി +2 അതും അനന്തതയാണ്. അതിനെ അദ്ദേഹം അനന്തത എന്ന് വിളിച്ചു. പരിമിതിയുടെ ഒരു അനുഭവം സമ്മാനിക്കുന്ന ഒരു അനന്തത എന്ന് വേണേൽ പറയാം ഇൻഫിനിറ്റി. +1 പരിമിതിയെ അതിജീവിക്കുന്നതാണ്. അതിനെ ട്രാൻസ്ഫൈനൈറ്റ്, അതീതമായ ഒരു അനന്തത എന്ന് വിശേഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നീട് ടോട്ടൽ ഇൻഫിനിറ്റി. ഈ ടോട്ടൽ ഇൻഫിനിറ്റിക്ക് സമാനത തോമസ് അക്വൈനാസ് എന്ന ദൈവശാസ്ത്രജ്ഞൻ്റെ വിചിന്തനങ്ങളിലുണ്ട്. ദി അബ്സല്യൂട്ട് ഇൻഫിനിറ്റി, എല്ലാ അനന്തതകളുടെയും സമുച്ചയം അല്ലെങ്കിൽ സമഗ്രത, അബ്സല്യൂട്ട് ഇൻഫിനിറ്റി. വാസ്തവത്തിൽ ഇൻഫിനിറ്റി ഗണിതശാസ്ത്രപരമായി തെളിയിക്കാനാവില്ല എന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. തെളിയിക്കാനാവില്ലെങ്കിലും ഒരിക്കൽ കൂടി പറയട്ടെ, അതില്ലാതെ ഗണിതമില്ല. അതില്ലാതെ ഗണിതത്തിന് ഒരു അസ്തിത്വമില്ല. ഗണിതത്തിൽ മാത്രമല്ല, മാനവിക വിഷയങ്ങളിലും ശാസ്ത്രീയ വിഷയങ്ങളിലും അതല്ലെങ്കിൽ വിവരസാങ്കേതിക വിദ്യയിലുമൊക്കെ ഗണിതം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇൻഫിനിറ്റി ഒരു ഇന്റർഡിസിപ്ലിനറി കോൺസെപ്റ്റ് ആണെന്ന് നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും. ശാസ്ത്രലോകം തിരിച്ചറിഞ്ഞ അനന്തത എന്ന സങ്കല്പത്തിനുള്ളതിനേക്കാൾ 10 മടങ്ങ് ചരിത്ര പശ്ചാത്തലം ആധ്യാത്മിക ചിന്തകളുടേതിനുണ്ട്. മനുഷ്യബുദ്ധിയുടെ പരിമിതിയെക്കുറിച്ചും ദൈവിക മഹാത്മ്യത്തിൻ്റെ ഔന്നത്യത്തെക്കുറിച്ചുമുള്ള ആത്മീയ ദർശനങ്ങൾക്ക് പിന്നിൽ അനന്തത എന്ന ആശയത്തിന് വലിയ പങ്കുണ്ട്. അനന്തതയെ കൂടുതൽ അതിൻ്റെ നിഗൂഢതകളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അവിടെ ഒരു ലോജിക്കും പ്രവർത്തിക്കാൻ സാധിക്കത്തില്ല. സാധാരണ നമ്മുടെ ഒരു ചിന്താമണ്ഡലമുണ്ടല്ലോ, മനുഷ്യൻ്റെ യുക്തിക്ക് അതിനെ അതിജീവിക്കുന്ന അപാരതയുടെ ഒരു സമ്മാനമാണ് ഇൻഫിനിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ മതദർശനങ്ങളിൽ ഈ ഇൻഫിനിറ്റി കടമെടുക്കപ്പെട്ടതാണോ, അതല്ലെങ്കിൽ മതദർശനങ്ങളിലെ ഇൻഫിനിറ്റിയെ ഗണിതശാസ്ത്രജ്ഞന്മാർ കടമെടുത്തതാണോ എന്നും സംശയം വരും. ഇപ്പം ഹൈന്ദവ ദർശനത്തിൽ മുൻപൊരു പ്രഭാഷണത്തിൽ ഡോക്ടർ കെ ബാബു ജോസഫ് സൂചിപ്പിക്കുകയുണ്ടായി, അനന്തതയിൽ നിന്ന് അനന്തത എടുത്താൽ അനന്തത അവശേഷിക്കുന്നു. ബൃഹദാരണ്യ ഉപനിഷത്തിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ ഒരു ശ്ലോകം ഉണ്ടല്ലോ, ഓം പൂർണ്ണമത പൂർണ്ണമിതം
പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമേവാദായ പൂർണ്ണമേവാവശിഷ്യതേ. പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണമെടുത്താൽ പൂർണ്ണം അവശേഷിക്കുന്നു. ഇത് ഗണിതത്തിൻ്റെ ഭാഷയാണ് ഇൻഫിനിറ്റി ആശ്ലേഷിക്കുമ്പോൾ. പക്ഷേ ഇതെന്തൊരു ഗണിതമാണ്, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതിൻ്റെ പിന്നാമ്പുറത്തിലുള്ള ലോജിക്ക് എന്താണ്, യുക്തി എന്താണ്, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ഇൻഫിനിറ്റിയിൽ ശാസ്ത്രത്തിലാകട്ടെ മതദർശനങ്ങളിലാകട്ടെ നാം അടിയുറച്ച് വിശ്വസിക്കും. ശാസ്ത്രത്തിൻ്റെയൊക്കെ മുഖ്യവിശ്വാസം ലോജിക്കൽ പോസിറ്റിവിസത്തിലായിരുന്നു. ലോജിക്കൽ പോസിറ്റിവിസം ഒക്കെ വിചാരിച്ചത് പ്രതീകാത്മക യുക്തിയുടെ ഭാഷയിൽ ശാസ്ത്രത്തെ മുഴുവൻ വിശദീകരിക്കാൻ സാധിക്കും, ഗണിതം ശാസ്ത്രത്തെ പൂർത്തീകരിക്കുമെന്നുള്ളതായിരുന്നു. ഇത്തരമുള്ള ശാസ്ത്രീയ ഒരു പരിധിവരെ അന്ധവിശ്വാസം എന്ന് വേണമെങ്കിൽ പറയാം. ശാസ്ത്ര ദർശനങ്ങൾക്ക് കനത്ത ഒരു ആഘാതം ഏൽപ്പിച്ചുകൊണ്ട് ഗേഡൽ, മാത്തമെറ്റീഷ്യൻ, ലൊജീഷ്യൻ, ദാർശനികൻ ഒക്കെയായിരുന്നു അദ്ദേഹം ഇൻകംപ്ലീറ്റ്നെസ് തിയറം അവതരിപ്പിക്കുന്നത്. അതെന്താണ് ആ സിദ്ധാന്തമെന്നും അതിൻ്റെ ദാർശനിക മതാത്മകമായ മാനങ്ങൾ എന്തൊക്കെയെങ്കിലും ഉണ്ടെങ്കിൽ അവയെപ്പറ്റി അല്പമായി ഒന്ന് സംക്ഷിപ്തമായി വിവരിക്കാമെങ്കിൽ നന്നായിരിക്കും. മാത്തമാറ്റിക്സ് ശാസ്ത്രങ്ങളുടെ രാജ്ഞി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാലത്താണ് 1929-30 കാലഘട്ടങ്ങളിൽ ഓസ്ട്രിയൻ വ്യക്തിത്വമായ കേർട്ട് ഗോഡൽ ഈ ഒരു അപൂർണത സിദ്ധാന്തം അവതരിപ്പിച്ചത്. 2 ഭാഗങ്ങളുണ്ട് അതിന്. ഗേഡൽസ് ഇൻകംപ്ലീറ്റ്നെസ് തിയറംസ് എന്നാണ് അതറിയപ്പെടുന്നത്. അതിൻ്റെ അന്തസത്ത ഇതാണ്: പ്രമാണങ്ങളിൽ അധിഷ്ഠിതമായ ഒരു അരിത്തമെറ്റിക് മാത്തമാറ്റിക്കൽ വ്യൂഹത്തിന് അതിൻ്റെ പൂർണ്ണതയും കൺസിസ്റ്റൻസി എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥിരത അല്ലെങ്കിൽ സുസ്ഥിരതയും ഒരേ സമയം കാത്തുസൂക്ഷിക്കാൻ പറ്റില്ല. അതാണ് അത് ടെക്നിക്കലായിട്ട് പറയുന്നത്. ആൻ അക്സിയോമാറ്റിക് ഫോർമലൈസ്ഡ് കൺസിസ്റ്റൻറ്റ് സിസ്റ്റം ക്യാൻ നെവർ ബി കംപ്ലീറ്റ്. പൂർണ്ണതയും സുസ്ഥിരതയും ഒരുമിച്ച് പോവില്ല. ഇത് ശാസ്ത്രലോകത്തെ പിടിച്ചുകുലുക്കിയ ഒന്നാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ ശാസ്ത്ര ചരിത്രത്തിൽ ശാസ്ത്രചിന്തയിലും തത്വശാസ്ത്രത്തിലും നിർണായക സ്വാധീനം ചെലുത്തിയ തത്വശാസ്ത്രജ്ഞനും ഗണിതശാസ്ത്രജ്ഞനുമായിരുന്നു കേർട്ട് ഫ്രെഡറിക് ഗേഡൽ. ഗണിതശാസ്ത്രത്തിലും പ്രപഞ്ചവിജ്ഞാനീയത്തിലും തത്വശാസ്ത്രത്തിലും അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ അനവധിയാണ്. 1931 തൻ്റെ 25-ാം വയസ്സിൽ അദ്ദേഹം അവതരിപ്പിച്ച ഇൻകംപ്ലീറ്റ്നെസ് തിയറം അഥവാ അപൂർണതാ സിദ്ധാന്തം 20-ാം നൂറ്റാണ്ടിൻ്റെ തത്വശാസ്ത്ര ചരിത്രത്തിൽ നിർണായകമായ ഒരേടാണ്. ആ സിദ്ധാന്തത്തിൻ്റെ വെളിച്ചത്തിൽ സ്വയം സിദ്ധ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഗണിതശാസ്ത്ര സംവിധാനങ്ങൾ ഒരിക്കലും നിലനിൽക്കുന്നതല്ല എന്ന് അദ്ദേഹം സ്ഥാപിച്ചു. ഗണിതശാസ്ത്ര സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനമായി സ്വീകരിക്കുന്ന ചില സങ്കല്പങ്ങളുണ്ടാവും. അത്തരം സങ്കല്പങ്ങൾ മറ്റേതെങ്കിലും സിദ്ധാന്തങ്ങൾ വഴി തെളിയിക്കപ്പെട്ടിരിക്കണമെന്നതാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആശയം. അത്തരമൊരാശയം അംഗീകരിക്കപ്പെട്ടതോടെ പ്രബലമായ ചില ശാസ്ത്രീയ സിദ്ധാന്തങ്ങളുടെ അടിത്തറകൾ ചോദ്യം ചെയ്യപ്പെട്ടു. ആലങ്കാരികമായി പറഞ്ഞാൽ ശാസ്ത്രത്തെ മുഴുവൻ ഒരു വ്യൂഹമായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ശാസ്ത്ര സിദ്ധാന്തങ്ങളുടെ കാര്യത്തിൽ, ശാസ്ത്രീയ നിരീക്ഷണങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ള പ്രമേയങ്ങളുടെ കാര്യത്തിൽ ഇത് ശരിയാണ്. ഒന്നിലും ഒരു പരിപൂർണത അവകാശപ്പെടാനായിട്ട് നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ക്ലാസിക്കൽ മെക്കാനിക്സ് ഒക്കെ വിഭാവനം ചെയ്ത ന്യൂട്ടൻ്റെയൊക്കെ ആബ്സലൂട്ടിസ്റ്റ് ക്ലെയിംസിനെ, കേവലവാദങ്ങളെയല്ല ഇത് പൊളിച്ചെഴുതി. ശാസ്ത്രത്തിലെ, ശാസ്ത്ര ദർശനങ്ങളിൽ, സമാന്തരമായിട്ടുള്ള ഫിലോസോഫിക്കൽ ഡെവലപ്മെൻറ്റ്സിലും ഇത് നമുക്ക് കാണാനായിട്ട് പറ്റിക്കും. തീർച്ചയായിട്ടും മതദർശനങ്ങളിലും അതുണ്ട്, അതിൻ്റെ ഇമ്പാക്റ്റ് അതിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് നിരീക്ഷണ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ശാസ്ത്രത്തിലും സിദ്ധാന്തങ്ങളുടെയും ഉപപാദനത്തിൻ്റെയും തെളിവുകളുടെയും പിൻബലത്തിലുള്ള ഗണിതശാസ്ത്രത്തിലും അതിൻ്റെ അടിത്തറയുടെ അടിസ്ഥാനങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു അസ്ഥിരതയുണ്ട്. ഒരു പ്രമാണമാകുന്നത് അത് സെൽഫ് എക്സ്പ്ലനേറ്ററി ആകുമ്പോഴും സെൽഫ് പ്രൂവൻ ആകുമ്പോഴാണ്. അതിനെക്കുറിച്ച് ചോദ്യങ്ങളില്ല. 1+1 2 ഗണിതത്തിൻ്റെ നിയമങ്ങൾ എവിടെയെല്ലാം പാലിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം 1 1 2. ഇതറിയാത്ത ഒരു മണ്ഡലത്തിൽ
അത് ബാധകമല്ല. ലോജിക്, ഇത്തരത്തിലുള്ള ലോജിക്കുകൾ അത്തരത്തിലുള്ള മണ്ഡലങ്ങളിൽ മാത്രം ശരിയാണ്. അതേസമയം ഒന്നെന്താണ് എന്ന് ചോദിക്കണമെങ്കിൽ നമ്പർ സിസ്റ്റത്തിലേക്ക് പോകണം. പ്ലസ് അധികം എന്നുള്ള ചിഹ്നം എന്താണെന്ന് ചോദിക്കുമ്പോൾ അരിത്തമെറ്റിക് സിസ്റ്റത്തിലേക്ക് പോകണം. സിസ്റ്റങ്ങൾ മാറുന്നു, വ്യൂഹങ്ങൾ മാറുന്നു. അപ്പോൾ ഒരു സത്യത്തിൻ്റെ സത്യാവസ്ഥയെ തെളിയിക്കണമെങ്കിൽ ആ വ്യൂഹത്തിനപ്പുറമുള്ള അതിഭൗതിക മണ്ഡലങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടതായി വരുന്നു എന്നുള്ളതാണ്. മാറ്റമില്ലാത്തതും പൂർണ്ണ വിശദീകരണമുള്ളതും എന്ന് മനുഷ്യർ ധരിച്ചിരുന്ന ചില സിദ്ധാന്തങ്ങൾ പോലും അസ്ഥിരവും അപൂർണവും എന്ന് അപൂർണതാ സിദ്ധാന്തം വിശദീകരിച്ചത് മനുഷ്യൻ്റെ ശാസ്ത്രീയ നേട്ടങ്ങളെ തന്നെ ചോദ്യം ചെയ്യാൻ പര്യാപ്തമായിരുന്നു. തത്വശാസ്ത്രത്തിൻ്റെ വിശാലമായ കണ്ണിലൂടെ നോക്കിയവർക്ക് മനുഷ്യൻ്റെ ജീവിത യാഥാർത്ഥ്യങ്ങളെ ഒന്നുകൂടി ആഴത്തിൽ ഉൾക്കൊള്ളുവാൻ അത് സഹായകമായി. മനുഷ്യനും മനുഷ്യൻ്റെ നേട്ടങ്ങളും ഒരിക്കലും പൂർണ്ണമല്ല എന്ന തിരിച്ചറിവിന് ആത്മീയ ചിന്തകളിലും വലിയ മൂല്യമുണ്ട്. വാസ്തവത്തിൽ ജീവിതത്തിന് വളരെ ഉദാത്തമായ ദർശനങ്ങൾ സമ്മാനിക്കുന്ന വളരെ സുന്ദരമായ ഒരു മാത്തമാറ്റിക്കൽ തിയറമാണ് ഇത്. നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. രീതിശാസ്ത്രപരമായ പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെയുള്ള ആലങ്കാരിക പ്രയോഗങ്ങൾ നടത്തുമ്പോൾ. പക്ഷേ വിശ്വാസത്തിൻ്റെ കണ്ണിലൂടെ നോക്കിക്കാണുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ലല്ലോ. ഗഡൽസ് ഇൻകംപ്ലീറ്റ്നെസ് തിയറത്തെ അപൂർണത എന്നുള്ള ആശയത്തിൻ്റെ കണ്ണാടിയിലൂടെ നോക്കിക്കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ വളരെ ആഴമേറിയ അർത്ഥതലങ്ങൾ നമുക്കത് മനസ്സിലാക്കി തരുന്നുണ്ട്. ജീവിതം അപൂർണമാണ്, ജീവിതത്തിലെ പല കാര്യങ്ങളും അപൂർണമാണ്. ഹ്യൂമൻ പേഴ്സൺ ഈസ് ഇൻകംപ്ലീറ്റ്. ദ എൻറ്റയർ ഹ്യൂമൻ പേഴ്സൺ with his entire will or the human intellect, അതിൽ തന്നെ അപര്യാപ്തതകളുണ്ട്, അപൂർണതകളുണ്ട്. ഒരുപക്ഷെ മനുഷ്യജീവിതത്തിൻ്റെ സൗന്ദര്യവും ഈ അപൂർണതയാണെന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ജീവിതത്തിൽ അപൂർണത ഉണ്ടാകുമ്പോഴാണ് അറിയപ്പെടാത്ത മണ്ഡലങ്ങളെ കുറിച്ചുള്ള ഒരു അന്വേഷണ ത്വര നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അറിയാവുന്ന മണ്ഡലങ്ങളെക്കാൾ എത്രയോ അധികമാണ് അറിയപ്പെടാത്ത മണ്ഡലങ്ങൾ. അത് കോസ്മോളജിയിലായാലും ജ്യോതിശാസ്ത്രത്തിലായാലും ഏതൊരു ശാസ്ത്രത്തിലും മാനവികീയ വിഷയങ്ങളിലും അത് ശരിയാണല്ലോ. അതുകൊണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ പരിമിതിയിലായിരുന്നുകൊണ്ട്, അപൂർണതയിൽ നിന്നുകൊണ്ട് പൂർണ്ണതയുടെ ചില അനുരണനങ്ങളെയോ ഗ്ലിംസസിനെ ഒപ്പിയെടുക്കാനോ ആലോചിക്കാനോ ചിന്തിക്കാനോ സാധിക്കുന്നത് എന്ന് പറയുന്നത് തന്നെ ജീവിതത്തെ കൂടുതൽ ഉദാത്തമാക്കും, ധന്യമാക്കും. അതുകൊണ്ട് ഇൻകംപ്ലീറ്റ്നെസ് പലപ്പോഴും നമുക്ക് പറയാവുന്നത് ജീവിതത്തിൻ്റെ ഒരു സൗന്ദര്യമാണ്. അത് അപൂർണത എന്ന് പറയുന്നത് ജീവിതത്തിൽ നിർബന്ധമാണ്. ആ അപൂർണതയാണ് മുൻപോട്ട് ജീവിക്കുന്നതിന് there is a hope to live by and a goal to die for എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നത്. ഇവിടെ പങ്കുവയ്ക്കപ്പെട്ട ഈ ചിന്താധാരകൾ ഒരു ഗണിതശാസ്ത്രജ്ഞനെന്ന നിലയിൽ ബിനോയ് അവതരിപ്പിക്കുന്നവയാണ്. ഭൗതിക ശാസ്ത്രത്തിന് ഇത്തരം വ്യാഖ്യാനങ്ങൾ സ്വീകാര്യമാണോ എന്നറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ബാബു ജോസഫ് സാറിനോടാണ് ഈ ചോദ്യം. ഐൻസ്റ്റൈൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഗണിതശാസ്ത്രത്തിൻ്റെ നിയമങ്ങൾ അവ പൂർണ്ണമായും ശരിയാണെന്ന് നിങ്ങൾ അവകാശപ്പെടുകയാണെങ്കിൽ അത് യാഥാർത്ഥ്യത്തെ സൂചിപ്പിക്കുന്നില്ല. ഇനി യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് നിങ്ങളുടെ ഗണിതശാസ്ത്ര നിയമങ്ങൾ സൂചിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ നിയമങ്ങൾ ശരിയല്ല എന്ന് ഞാൻ പറയും. വലിയ ജീനിയസായ ഐൻസ്റ്റൈൻ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. സാറ് ഈ നിരീക്ഷണത്തോട് യോജിക്കുമോ? ഡോക്ടർ കെ ബാബു ജോസഫ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലർ. തിയററ്റിക്കൽ ഫിസിക്സ്, ആസ്ട്രോഫിസിക്സ്, ന്യൂറൽ നെറ്റ്വർക്ക്സ്, നോൺ ലീനിയർ ഫിസിക്സ് തുടങ്ങിയ അനവധി വിഷയങ്ങളിൽ ഗവേഷകൻ. ദീർഘകാലം ഫിസിക്സ് അധ്യാപകനായിരുന്നു. ഫിസിക്സ് സംബന്ധമായി ചില ഗ്രന്ഥങ്ങളും ഏറെ പ്രബന്ധങ്ങളും രചിച്ചിട്ടുണ്ട്. ഭൗതികശാസ്ത്രത്തിൻ്റെ സ്വഭാവം തന്നെ അപൂർണതയിൽ അധിഷ്ഠിതമാണ്. ഒരു സിദ്ധാന്തവും ആത്യന്തികമല്ല എന്ന് പറഞ്ഞാൽ പൂർണ്ണമല്ല എന്ന സങ്കല്പം ഭൗതികശാസ്ത്രത്തിലുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ന്യൂട്ടനും മറ്റും നിർവഹിച്ച ക്ലാസിക്കൽ ബലതന്ത്രം, അതാണ് ഇപ്പോൾ സ്പേസ് ട്രാവലിനും ഒക്കെ സ്പേസ് പ്രോജക്റ്റുകൾക്കൊക്കെ ഉപയോഗിക്കുന്നത്, സാറ്റലൈറ്റ് വിടുന്നതിനും ഒക്കെ ഉപയോഗിക്കുന്നത്. അതുപോലെ ഗ്രഹങ്ങൾ കറങ്ങുന്നതുമൊക്കെ വിശദീകരിക്കാൻ കഴിയും. പക്ഷേ വേറെ ചില പ്രതിഭാസങ്ങൾ അത് വിശദീകരിക്കാൻ പറ്റില്ല. അതിന് ഐൻസ്റ്റൈൻ്റെ സിദ്ധാന്തം വേണ്ടി വന്നു, ആപേക്ഷിക സിദ്ധാന്തം. ഉദാഹരണമായിട്ട് ഒരു നക്ഷത്രത്തിൽ നിന്ന് വരുന്ന
രശ്മികൾ സാധാരണഗതിയിൽ അത് ഋജുരേഖയിൽ നേർരേഖയിലാണ് പ്രസരിക്കുന്നത്. അങ്ങനെയുള്ള രശ്മികൾ സൂര്യൻ്റെ ആകർഷണ മണ്ഡലത്തിലൂടെ കടന്നു പോകുമ്പോൾ വളയും എന്ന് ആപേക്ഷിക സിദ്ധാന്തം പറയുന്നു. ഐൻസ്റ്റൈൻ തന്നെ കണ്ടുപിടിച്ചതാണിത്. ഐൻസ്റ്റൈൻ ഒരു പ്രവചനമാണ് നടത്തിയത്. ഇങ്ങനെ നേർരേഖയിൽ വരുന്ന രശ്മി വളയും, ഇത്ര കണക്ക് കൊണ്ട് ഇത്ര കണക്കിൽ വളയും എന്ന് അദ്ദേഹം പ്രവചിച്ചു. അത് ശരിവെക്കാൻ ആയിട്ട് ഒരു പൂർണ്ണ സൂര്യഗ്രഹണം വേണ്ടി വന്നു. ആ 1919 സൂര്യഗ്രഹണ കാലത്ത് ഐൻസ്റ്റൈൻ്റെ പ്രവചനം അക്ഷരം പ്രതി ശരിയാണ്, അക്കം പ്രതി ശരിയാണ് എന്ന് വന്നു. അപ്പോൾ ന്യൂട്ടൻ്റെ സിദ്ധാന്തത്തിൻ്റെ അപൂർണതയാണ് ഐൻസ്റ്റൈൻ്റെ സിദ്ധാന്തത്തിലൂടെ പരിഹരിക്കപ്പെടുന്നത്. പക്ഷേ ഈ രണ്ട് സിദ്ധാന്തങ്ങൾ വരുമ്പോൾ വാസ്തവത്തിൽ ഒരു സിദ്ധാന്തമേ ഉള്ളൂ. ഐൻസ്റ്റൈൻ്റെ സിദ്ധാന്തം കൂടുതൽ പൂർണ്ണമായതുകൊണ്ട് ന്യൂട്ടൻ്റെ സിദ്ധാന്തം അതിൻ്റെ ഒരു സവിശേഷ കേസാണ്, ഒരു സ്പെഷ്യൽ കേസാണ്. എന്നാൽ ഇത് രണ്ടും പോരാ സൂക്ഷ്മലോകത്തെ പ്രതിഭാസങ്ങൾ വിവരിക്കുന്നതിന്. ഉദാഹരണമായി അണുക്കൾ, കണങ്ങൾ, അങ്ങനെയൊക്കെയുള്ള വസ്തുക്കളുടെ പെരുമാറ്റങ്ങൾ പറ്റി പഠിക്കുന്നതിന് ക്വാണ്ടം മെക്കാനിക്സ് വേണമെന്ന് തോന്നുന്നു. ക്വാണ്ടം മെക്കാനിക്സിൻ്റെ സങ്കല്പങ്ങൾ ഇതിൽ നിന്നൊക്കെ വിഭിന്നമാണ്. ഈ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഒരു സവിശേഷ കേസാണ് ക്ലാസിക്കൽ മെക്കാനിക്സ്. അപ്പോൾ ഇങ്ങനെ കൂടുതൽ പൂർണ്ണമായിട്ട് വരിക. ഭൗതികശാസ്ത്രവും സുദീർഘമായ ഒരു സഞ്ചാരപാതയിലാണ്. ചില കാലഘട്ടങ്ങളിൽ ശാസ്ത്ര നേട്ടങ്ങൾ ഏറ്റവും മഹത്തരമെന്നും പൂർണ്ണതയുള്ളതെന്നും കരുതപ്പെട്ടിരുന്നുവെങ്കിലും കൂടുതൽ വിശാലമായ മറ്റൊരു കാഴ്ചപ്പാടിലേക്ക് പ്രവേശിക്കുമ്പോൾ അതും അപൂർണമായിരുന്നുവെന്ന് നാം തിരിച്ചറിയുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കൂടുതൽ പക്വമായൊരു നിലപാട് നാം സ്വീകരിക്കാൻ തയ്യാറാകുന്നെങ്കിൽ നമുക്ക് ഒരിക്കലും നേട്ടങ്ങളിൽ അഹങ്കരിക്കാൻ കഴിയില്ല. ഭൗതികശാസ്ത്രം ഒരിക്കലും പൂർണ്ണമാണെന്ന് പറയുന്നില്ല. ഇപ്പോൾ ബിഗ് ബാങ് തിയറി ഉദാഹരണം പറയാം. മഹാസ്ഫോടനം, പ്രപഞ്ചം ഉണ്ടായത് മഹാസ്ഫോടനത്തിലൂടെയാണ് എന്നാണ് ഇപ്പോൾ വളരെ പേര് വിശ്വസിക്കുന്നതും പറയുന്നതും. പക്ഷേ അതിനെക്കുറിച്ചുള്ള തെളിവുകൾ ഇപ്പോഴും വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ ഈ ബിഗ് ബാങ് എങ്ങനെ ഉണ്ടായി എന്ന് പ്രവചിക്കുന്ന ഒരു സിദ്ധാന്തവും നമുക്കില്ല. ഐൻസ്റ്റൈൻ്റെ സിദ്ധാന്തം അത് ഇങ്ങനെ ഒരവസ്ഥ ഉണ്ടാവാം, അനന്തമായ സാന്ദ്രതയും അനന്തമായ മർദ്ദമൊക്കെയുള്ള ഒരു അവസ്ഥ പ്രപഞ്ചത്തിനുണ്ടായിരുന്നിരിക്കാം. വളരെ ചെറിയ ഒരു ബിന്ദുവിൻ്റെ അത്രയും വലിപ്പത്തിൽ ഉള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നിരിക്കാം എന്നൊക്കെ ഐൻസ്റ്റൈൻ്റെ സിദ്ധാന്തം അനുസരിച്ച് വേണമെങ്കിൽ വാദിക്കാം. പക്ഷേ അതിനപ്പുറത്തേക്ക് ബിഗ് ബാങ് ഉണ്ടായ ആ നിമിഷത്തിൽ എന്ത് സംഭവിച്ചു എന്ന് ഈ സിദ്ധാന്തത്തിന് പ്രവചിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്കിപ്പോൾ ഉള്ള സിദ്ധാന്തം അപൂർണമാണെന്നാണ്. അപ്പോൾ ഈ പൂർണ്ണത എന്നുള്ളത് ഒരു മിത്താണ്. ഭൗതികശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അതിൻ്റെ സിദ്ധാന്തങ്ങൾ പൂർണ്ണമാണെന്ന് പറയാൻ പറ്റില്ല. അപൂർണത ഒരു യൂണിവേഴ്സൽ ലോ പോലെ ആണ് എന്നാണ് ഫാദർ ബിനോയും ഡോക്ടർ ബാബു ജോസഫും പറയുന്നത്. വളരെ ശരിയാണ്. ഞാൻ എൻ്റെ സ്റ്റുഡൻസിനെ ഹൈസൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിനെ പറ്റി പഠിപ്പിക്കാറുണ്ട്. അത് ആ സയൻസ് എന്ന് പറയുകയാണ്, സയൻസിന് പെർഫെക്റ്റ് ആൻസർ ഒരിക്കലും നൽകാൻ സാധിക്കുകയില്ല. സയൻസ് പറയുന്നു. അത് നോബൽ പ്രൈസ് വിന്നറായിട്ടുള്ള ഹൈസൻബർഗിൻ്റെ തിയറിയാണ്. അതുപോലെ തന്നെ ബാബു ജോസഫ് സാറ് പറഞ്ഞായിരുന്നു, കോസ്മോളജിയിലും ഇതുപോലെയുള്ള ഉണ്ട്, അപൂർണതയുണ്ട്. ബിഗ് ബാങ് തിയറിയെ പറ്റി പറഞ്ഞായിരുന്നു. അതിനെപ്പറ്റി ഫാദർ കുരുവിള പാണ്ടിക്കാട്ടു സ്പെഷ്യലിസ്റ്റാണ്. അപ്പോൾ ആ കോസ്മോളജിയുടെ അപൂർണത എങ്ങനെയാണെന്ന് ഒന്ന് വ്യക്തമായിട്ട്
മനസ്സിലാക്കി കൊടുത്താൽ നന്നായിരിക്കും. ഡോക്ടർ ഫാദർ കുരുവിള പാണ്ടിക്കാട്ട് SJ, ഇൻസ്ബ്രൂക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 2 ഡോക്ടറേറ്റുകളും 3 മാസ്റ്റേഴ്സ് ഡിഗ്രികളും കരസ്ഥമാക്കിയിട്ടുള്ള ഫാദർ കുരുവിള പാണ്ടിക്കാട്ട് ശാസ്ത്ര, ദൈവശാസ്ത്ര, തത്വശാസ്ത്ര വിഷയങ്ങളിൽ പതിറ്റാണ്ടുകളായി അധ്യാപകനാണ്. ഇതിനകം ഏറെ അവാർഡുകളും അംഗീകാരങ്ങളും കരസ്ഥമാക്കിയിട്ടുണ്ട്. ശാസ്ത്രവും വിശ്വാസവും സംബന്ധിച്ച് അനവധി ഗ്രന്ഥങ്ങളും ലേഖനങ്ങളും രചിച്ചിട്ടുണ്ട്. അനേകം ദേശീയ അന്തർദേശീയ സെമിനാറുകൾ സംഘടിപ്പിച്ചിട്ടുള്ള ഫാദർ കുരുവിള ചില അന്തർദേശീയ സംഘടനകളിൽ അംഗമാണ്. കോസ്മോളജിയുടെ അപൂർണതയെക്കുറിച്ച് പറയുന്നതിന് ഞാൻ ഒരേ ഒരു ഉദാഹരണമാണ് എടുക്കുന്നത്. സമയമല്ലെങ്കിൽ കാലം. ഫാദർ ബിനോയ് പറഞ്ഞതുപോലെ ഞാൻ കുറച്ചുകൂടെ പുറകോട്ട് പോവുകയാണ്. ഒരു 1500 വർഷം മുമ്പ് സെയിൻറ്റ് അഗസ്റ്റിൻ ചോദിച്ചു, സമയം എന്താണ്? അഗസ്റ്റിൻ്റെ ഉത്തരം വളരെ ശ്രദ്ധാപൂർണമാണ്. ഇഫ് യു ആസ്ക് മീ what time is, I don't know. But if you don't ask me, I know it. നമുക്കെല്ലാവർക്കും അറിയാം സമയം എന്താണ് എന്ന്. പക്ഷേ നേരത്തെ പ്രൊഫസർ ബാബു ജോസഫ് പറഞ്ഞതുപോലെ ഊർജം എന്ന് വെച്ചാൽ എന്താണ്? ഇൻഫിനിറ്റി, ബിനോയ് പറഞ്ഞതുപോലെ ഇൻഫിനിറ്റി എന്ന് വെച്ചാൽ എന്താണ്? അതുപോലെ സമയം എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്ക് പൂർണ്ണമായ അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. ഏകദേശം 1380 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് മഹാവിസ്ഫോടനത്തിലൂടെ പ്രപഞ്ചം രൂപം കൊണ്ടത് എന്ന് മഹാവിസ്ഫോടന സിദ്ധാന്തം വിശദീകരിക്കുന്നു. സ്ഥലകാലങ്ങൾ രൂപപ്പെട്ടതും അതോടെയാണ് എന്ന് കരുതപ്പെടുന്നു. സ്ഥലവും കാലവും സംബന്ധിച്ച അനന്തതയുടെ തത്വശാസ്ത്രങ്ങൾ പ്രകാരം അവ്യക്തതകൾ അവിടെയും ഏറെയാണ്. ഇന്നും മനുഷ്യന്റെ ചിന്താശേഷിക്ക് അതീതമായ പല ആശയങ്ങളും ഇത്തരം സിദ്ധാന്തങ്ങളുടെ ഭാഗമായുണ്ട്. ഐൻസ്റ്റൈൻ അടക്കമുള്ള ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലെ പ്രഗത്ഭരായ എല്ലാ സയൻറ്റിസ്റ്റും തിയറി ഓഫ് റിലേറ്റിവിറ്റി, ക്വാണ്ടം മെക്കാനിക്സ് എന്നിവയുടെ സഹായത്തോടു കൂടിയാണ് ഇപ്പോഴത്തെ നമ്മുടെ ബിഗ് ബാങ് തിയറി കൊണ്ടുവന്നിരിക്കുന്നത്. ബിഗ് ബാങ് തിയറി പറയുന്നു സമയവും സ്ഥലവും, സ്ഥലകാലം ആ ബിഗ് ബാങ്ങിനോട് കൂടിയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ പണ്ട് അഗസ്റ്റിനോട് ചോദിച്ച അതേ ചോദ്യം നമ്മൾ ചോദിക്കുകയാണ് എങ്കിൽ, അതായത് ബിഗ് ബാങ് ഉണ്ടാകുന്നതിന് മുമ്പ് എന്തായിരുന്നു, എങ്ങനെയായിരുന്നു, സമയമുണ്ടാകുന്നതിന് മുമ്പ് എന്ത് സമയമായിരുന്നു എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ സയൻറ്റിസ്റ്റിനും ഫിലോസഫേഴ്സിനും ഇത് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. അത് ഒരു ഇല്ലെജിറ്റിമേറ്റ് ക്വസ്റ്റ്യനാണ്. ആ ചോദ്യം നമുക്ക് ചോദിക്കുവാൻ സാധ്യമല്ല. നമ്മൾ അവിടെ നമ്മുടെ മനസ്സിൻ്റെ പരിമിതിയിലേക്ക് കടന്നു വരികയാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ വ്യാപ്തിയും പ്രപഞ്ച സത്യങ്ങളുടെ ആഴവും മനുഷ്യബുദ്ധിക്ക് ദുർഗ്രഹം തന്നെയായി തുടരുന്നു. എങ്കിലും ഓരോ കാലത്തും ചില സിദ്ധാന്തങ്ങളുടെ വെളിച്ചത്തിൽ നാം അവയെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നു. ശാസ്ത്രീയ സങ്കേതങ്ങൾക്ക് കയ്യെത്തിപ്പിടിക്കാൻ കഴിയാത്ത അനേകം സങ്കീർണങ്ങളായ ചോദ്യങ്ങൾ അനന്തമായി നീളുന്നത് ഈ ആധുനിക ലോകത്തും ഒരു ചോദ്യചിഹ്നമാണ്. വേറെ ഇതിനെക്കുറിച്ചുള്ള ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യമാണ് സമയം, കാലം എന്തുകൊണ്ട് മുൻപോട്ട് മാത്രം പോകുന്നു, പക്ഷേ സ്ഥലം, സ്പേസ് മുൻപോട്ടോ പിൻപോട്ടോ സൈഡിലേക്കോ എല്ലാം പോകാം. ഐൻസ്റ്റൈൻ നമുക്കറിയാം പറഞ്ഞു, സ്ഥലകാലം ഒരു 4 ഡയമെൻഷണൽ സ്പേസാണ്. അവർ സ്ഥലവും കാലവും ഒന്നിച്ച് മാത്രമേ നമുക്ക് കാണുവാൻ പറ്റുകയുള്ളൂ. പക്ഷെ എന്തുകൊണ്ട് സ്ഥലം എല്ലാ വശത്തേക്കും നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നു, കാലത്തിന്, സമയത്തിന് അത് പറ്റുകയില്ല? അത് കാരണം കൊണ്ട് മാത്രമാണ് നമുക്ക് പുരോഗമിക്കാൻ പറ്റുന്നത്, നമുക്ക് വളർച്ചയുണ്ടാകാൻ പറ്റുന്നത്,
നമുക്ക് സംസാരിക്കുവാൻ പറ്റുന്നത്, നമുക്ക് സ്നേഹിക്കുവാൻ പറ്റുന്നത്. സയൻസ് തെർമോഡൈനാമിക്സ് തിയറീസ് കൊണ്ടുവന്ന് കുറച്ച് ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുവാൻ ശ്രമിക്കുന്നു. പക്ഷെ എന്നാലും ഇതും എന്തുകൊണ്ടാണ് സമയം മുൻപോട്ട് മാത്രം പോകുന്നത്, ഇതും ഒരു പൂർണ്ണതയില്ലാത്ത ചോദ്യമാണ്, ഉത്തരമാണ്. ശാസ്ത്രം വികസനത്തിന്റെ പാതയിൽ നീങ്ങുകയും മനുഷ്യന്റെ പ്രപഞ്ചവീക്ഷണം കൂടുതൽ വിസ്തൃതമാവുകയും ചെയ്തു വന്നതിനൊപ്പം തന്നെ അതിനുമതീതമായി വളർന്നു വന്ന ചിന്താശേഷിയും യുക്തിചിന്തകളും അവനെ കൂടുതൽ സങ്കീർണമായ ഒരു തലത്തിലേക്ക് എത്തിച്ചു. ആഴത്തിൽ ചിന്തിക്കുന്ന ഒരു ഭൗതിക സമൂഹത്തിന് മുന്നിൽ ഗണിതശാസ്ത്രം അവതരിപ്പിക്കുന്ന സമസ്യകളും അതിസങ്കീർണങ്ങളാണ്. അനന്തതയും അപൂർണതയും തുടങ്ങി ഉത്തരമില്ലാത്ത അനവധി ചോദ്യങ്ങൾ, ഭൗതിക സമവാക്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത ചോദ്യങ്ങൾ, ആത്മീയ ബോധ്യങ്ങളായി മാറുന്ന പ്രതിഭാസങ്ങളും നാം ഇവിടെ കാണുന്നു. ഇത്തരം രംഗങ്ങളിൽ ശാസ്ത്രം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുകയല്ല, മറിച്ച് ദൈവത്തോട് അടുപ്പിക്കുകയാണ്. ഊർജം മാത്രമായിരുന്ന അവസ്ഥയിൽ നിന്ന് പിന്നീട് കണികകൾ ഉണ്ടായി. അതിൽ നിന്നും ഈ പ്രപഞ്ചമെല്ലാം ഗ്രാവിറ്റി അല്ലെങ്കിൽ ഗുരുത്വബലത്തിന് അധിഷ്ഠിതമായി ഉണ്ടാക്കപ്പെട്ടു എന്നാണ് അദ്ദേഹത്തിൻ്റെ തിയറി അനുസരിച്ച് പറയപ്പെടുന്നത്. 1920-കളിൽ എഡ്വിൻ ഹബിൾ എന്ന് പറയുന്ന ഒരു ഗവേഷകൻ നടത്തിയ ടെലിസ്കോപ്പ് നിരീക്ഷണത്തിലൂടെയാണ് ഗാലക്സികൾ അകലുന്നതായിട്ട് നമ്മൾ അറിഞ്ഞത്. അതായത് ഗാലക്സികൾ അകലുകയല്ല, ഗാലക്സികൾക്കിടയിലെ സ്പേസ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. പ്രപഞ്ചത്തിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ ഈ മഹാവിസ്ഫോടനത്തിൽ കൂടെയാണ്. പക്ഷേ ആ മഹാവിസ്ഫോടനത്തിന് ആ പ്രിമീവൽ ആറ്റം എന്ന് പറയുന്നൊരു നിലനിൽപ്പ് ഉണ്ടാകണമെങ്കിൽ അതിന് മുമ്പ് സ്ഥലകാലങ്ങളില്ലാതെ സാധിക്കില്ല. അമേരിക്കൻ ചിന്തകനായ മാർക്ക് വില്യം വോർത്തിങ്ങിൻ്റെ അഭിപ്രായത്തിൽ ബിഗ് ബാങ് തിയറി പോലെ ബൈബിളിലെ സൃഷ്ടി സങ്കല്പവുമായിട്ട് അടുത്തു വരുന്ന വേറെ ഒരു ശാസ്ത്ര സിദ്ധാന്തവും തന്നെ ഇല്ല അത്രേ. അതായത് ബിഗ് ബാങ് സിദ്ധാന്തം ബൈബിളിലെ സൃഷ്ടി വിവരണവുമായിട്ട് ഒത്തിരി പൂരകമായിട്ട് വരുന്നു എന്നുള്ളതാണ് പൊതുവെ ദൈവശാസ്ത്രജ്ഞന്മാരുടെയും ചിന്തകരുടെയും ഒക്കെ അഭിപ്രായം.